അങ്ങനെ കുറച്ച് സമയത്ത് റെസ്റ്റിന് ശേഷം കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഓഡിറ്റോറിയത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ അവിടെ കുറെ കൂൾ ഡ്രിങ്ക്സും ചായയും കോഫിയും ഹോർലിക്സും സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രഷ് ആയിട്ട് ഒരു ജ്യൂസ് കുടിച്ച് തുടങ്ങാൻ ഞങ്ങൾ ഓർത്തു. ഞാനൊരു ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ കുടിച്ചത്. സോ അതിനുശേഷം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഓഡിറ്റോറിയത്തിനെ പറ്റി പറയാൻ അടിപൊളിയായിരുന്നു. ഫുള്ളി എയർ കണ്ടീഷൻ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് വേർത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എല്ലാവരും കംഫർട്ടബിൾ ആയ ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടത്. സോ അങ്ങനെ വെയിറ്റ് ചെയ്ത് ചെക്കൻ വന്നിരിക്കും. അതിനിടയിൽ ഞങ്ങൾ ടിവിയിൽ കൂടെ തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ഇത് പെണ്ണും എത്തി. കുറെ കാലത്തിന് ശേഷം ഞാൻ കല്യാണം കൂടുന്നത്, പ്രത്യേകിച്ച് ഓഡിറ്റോറിയം കല്യാണം. ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണ് കല്യാണം ഉണ്ടാവാറ്. സോ ഞാൻ ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ചു. ആൻഡ് ഇതാണ് ഫാമിലി, ഐ മീൻ ചെക്കന്റെ ഫാമിലി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന മുന്നേ ഹോർലിക്സ് കുടിച്ചു. അതിനുശേഷം ഞാനും അമ്മ ഇത് ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന കഴിച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. വൈകാതെ തന്നെ ഫുഡിന്റെ ഹോൾ ഓപ്പൺ ആയി. നിങ്ങളൊന്ന് ഓർക്കണം, ഇത് രാവിലെ 11:30 സമയം. ലൈഫിൽ ആദ്യമാണ് ട്രിവാൻഡ്രം സദ്യ കഴിക്കണം, അതും കംപ്ലീറ്റ്ലി ഒരു വെജ് സദ്യ. എനിക്ക് ആ പരിപ്പും നെയ്യും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം 2 കൂട്ടം പായസം. എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് സദ്യ? അച്ഛന് പറയാൻ മടിയുണ്ടെങ്കിൽ നന്നായി കഴിച്ചു കേട്ടോ. സോ ഞങ്ങൾ സദ്യയും കഴിച്ച് ചെക്കന്റെയും പെണ്ണിന്റെയും കൂടി ഒരു ഫോട്ടോ എടുത്ത് റൂമിലേക്ക് വിട്ടു.